ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ക്യാമ്പിങ്ങിനായിട്ടാണ് കേട്ടോ. അത് ദുബൈയിലാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിനെ കൊണ്ടുപോകാനായിട്ട് എല്ലാ സജ്ജീകരണത്തോടും കൂടിയിട്ട് പോണ കേട്ടോ. തലോണിണ്ട്, പായുണ്ട്, അത് പൂര കാണാൻ പോകുമ്പോ പോവില്ലേ, പായും തലോടൊക്കെ അല്ല. ക്യാമ്പിങ്ങിന് പോകുമ്പോ ഇതൊക്കെ വേണം, എല്ലാം സെറ്റപ്പായിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലൊരു ബാഗ്, ഞങ്ങൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ ബാഗിന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതില് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പ്ലേറ്റോള്, കത്തിയുടെ ചായല, പിന്നെ ഇതില് നമ്മള് ചിക്കൻ ഐസ് ഇട്ടിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ അൽഫാം ഉണ്ടാക്കാനായിട്ട് ചിക്കനിലെ മുളകൊക്കെ എല്ലാം പരത്തി റെഡി ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ക്യാമ്പിംഗ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് പറയാം. ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. പെട്ടെന്ന് എത്തിട്ടാ, ഒരു മണിക്കൂറില്ല, ഒരു 45 മിനിറ്റ് അവിടെ എത്തി. നമ്മളിവിടെ ടെന്റൊക്കെ അടിച്ച് ഫുഡ് വെക്കാനുള്ള പരിപാടി. കാരണം വെച്ചാൽ ഇവിടെ ഇതൊക്കെ ഈ വീക്കെൻഡ് സമയങ്ങളിൽ ഇവിടെ ഞാൻ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ വീക്കെൻഡ് ഇപ്പം എന്ത് വീക്കെൻഡാണ്, ഇവിടെ നിറയും. ഞങ്ങൾ കുറച്ച് നേരത്തെ കുട്ടിയിലെത്തിയത് മാത്രം. അപ്പോൾ അതിന് ഞങ്ങളുടെ മറ്റുള്ള പരിപാടികൾ നോക്കട്ടെ. ടെൻ്റ് അടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ടെൻ്റൊക്കെ ഞാൻ കെട്ടിയിട്ടോ. ടെൻ്റ് കെട്ടി അത്യാവശ്യം കാറ്റുണ്ട്, കാറ്റിന് സപ്പോർട്ടായിട്ട് കണ്ടില്ലേ. ഇതേ കല്ല് വെച്ചാണ്. ഈ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ പണി പണി വെച്ചാൽ മതി, നമ്മളെയും കൊണ്ട് കാറ്റ് മുകളിൽ കൊണ്ടുപോകും. കണ്ടില്ലേ, ടെൻ്റ് കെട്ടുമ്പോൾ ഇതുമാതിരി കല്ലൊക്കെ വെച്ച് കെട്ടണം. ടെൻ്റൊക്കെ അടിപൊളിയായിട്ട്. വേറെ ഹായ് പറഞ്ഞാൽ ഒരുപാട് ഫാമിലി ഉണ്ട് ഇവിടെ. ഈ വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലികൾ വരും ഈ തണുപ്പ് സമയങ്ങളിൽ. കണ്ടില്ലേ അങ്ങനെ നല്ലൊരു സൺസെറ്റ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കെട്ടിയ സെറ്റപ്പാക്കി. ഒരു കല്ല് തലയിൽ വെച്ച് കൊടുത്ത് എടുത്ത് വന്നിട്ടുണ്ടായപ്പോൾ വർക്കൗട്ട് പോകുന്നു പറഞ്ഞിട്ട് കയറ്റി ആരോഗ്യം വേണ്ടേ, വെറുതെ കല്ല് ഊഞ്ഞാലാണ് പോണതാ. അങ്ങനെ അൽഫാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ കരി കിട്ടുന്നത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിനി കണലാവണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. ഒരു കുഞ്ഞൊരു വടി കഷ്ണം ആ ലിക്വിഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ അറിയാണ്ട് ഇട്ടു. ലിക്വിഡ് തോണ്ടിയതാണ്, പക്ഷെ അത് കത്തി പിടിച്ചു. അപ്പോൾ ആ ലിക്വിഡ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടു. ഇത് കണലായതിനു ശേഷം നമ്മുടെ കോഴിച്ചട്ടന്മാരെ മുകളിൽ കയറ്റി വയ്ക്കാൻ. രേഖ നല്ല മസാല കഴിച്ച് ചായ കഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ രേഖ അൽഫാം ഓൾറെഡി വെച്ചു കരിയുടെ മുകളിൽ. അതിൻ്റെ മുകളിൽ നെയ്യ് വയ്ക്കുന്നുണ്ട് പറ്റുള്ളൂ. ഇരട്ട നല്ല ക്ലാരിറ്റിൻ്റെ രേഖ കൂടിയോ, ഓയിലല്ല. ഇന്ന് ഞങ്ങൾ ഫുൾ നൈറ്റ് കൂടിയാണ് കേട്ടോ. നേരം വെളുക്കുമ്പോൾ എണീറ്റ് പോകും. രേഖത കണൽ ആവാൻ വേണ്ടിയിട്ട് വീശിക്കൊണ്ടിരിക്കണം. കാരണം അത് കണൽ വേണം. കണലിൽ ഇരുന്നിട്ട് അത് വേവണം. ഈ നേരമായിട്ട് ഇവിടുത്തെ ഒരു ക്ലാരിറ്റി നോക്കിയേ. ഇവിടെ ഏകദേശം 6:45 സൂര്യൻ അസ്തമിച്ചു. എന്നിട്ടും ഇവിടുത്തെ ആ ക്ലാരിറ്റിയാണ് നോക്കുന്നത് ഞാൻ. അത് എൻ്റെ മൊബൈലിൻ്റെ ആണോ ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ആണോ അറിയില്ല. ഇരുട്ടായി, ഫാമിലികളൊക്കെ ബന്ധപ്പെട്ടിരിക്കണല്ലോ. ഇരുട്ടായി ഒരുപാട് നിറയും ഇവിടെ. നമ്മുടെ ടെൻ്റൊക്കെ നേരത്തെ സെറ്റപ്പാക്കി. ഇരുട്ടായതിന് ശേഷമുള്ള കാഴ്ചകൾ കണ്ടില്ലേ. ഇരുട്ടായതിന് ശേഷം ഞങ്ങൾ ശരിക്കുള്ള ഡിസർട്ടിലാണ്. ഇത് ശരിക്കും ക്യാമ്പിങ് ഏരിയയാണ്. ക്യാമ്പിങ് ഏരിയ നല്ല പ്രൊട്ടക്ഷനുള്ള ക്യാമ്പിങ് ഏരിയയാണ്. എൻ്റെ വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും. ഇതോടെ കണ്ടില്ലേ, തൊട്ടത് മുന്നിൽ ഇതൊക്കെ അറബികളുടെ വണ്ടികളാണ്. അതൊക്കെ അവിടെ ഒരു ടീം അവിടെ വോളിബോൾ കളിക്കുന്നുണ്ട്. ഒക്കെ ചാർക്കോളാണ്. കുറച്ച് പേര് അവിടെ ദൂരെ തീയിട്ട് കഴിയുന്നുണ്ട്. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. കണ്ടില്ലേ, തീയിട്ട് കഴിയുന്നു കണ്ടില്ലേ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഈ ക്യാമ്പിങ് മീൻസ് ഇവിടെ UAE ദുബൈയിൽ ഞാൻ ക്യാമ്പിങ് ഇതുവരെ ചെയ്തിട്ടില്ല. 2 മാസം മുന്നേ ഒമാനിൽ പോയിട്ട് ചെയ്തിരുന്നു, മുസാണ്ടം. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ വൈഫ് അവിടെ ചാർക്കോൾ ചുട്ടുകൊണ്ടിരിക്കുക. ആൾക്ക് തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ബനിയനൊക്കെ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ. തളക്കണ്ടേ, എനിക്ക് തളക്കൊന്നുമില്ല. അതെ. ഞങ്ങളുടെ ടെൻറ്റ് അവിടെ വേറെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എമർജൻസി വേറൊരു ലൈറ്റും അഡീഷണൽ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ. ഒരു 6-8 ചിക്കനൊക്കെ നമുക്ക് ലെഗ് പീസ് ചൂടാണെങ്കിൽ ഒരു പകുതി ചാർക്കോൾ മതി. ചാർക്കോൾ നമ്മൾ ഈ ചാർക്കോൾ ഉദ്ദേശിച്ച് പറയുന്നത് കരിനെ കേട്ടോ. ചാർക്കോൾ എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കത് ഈസി ആയിട്ട് തോന്നി, വളരെ ഈസി ആയിട്ട് തോന്നി. പക്ഷേ ഞങ്ങളത് കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ചാർക്കോൾ മേടിക്കുമ്പോൾ കുറച്ച് നമ്മൾ കോസ്റ്റ്ലി മേടിക്കുന്നത് നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് കാണാതെ കിട്ടും. ചിലത് വില കുറഞ്ഞ സാധനം മേടിക്കുമ്പോൾ അത് ഈ വിറക് ചില വിറക് കത്തി പിടിക്കില്ല. അതുപോലെ അപ്പോൾ ഞങ്ങൾ 2 കിലോന് 20 ഇറക്കാം അല്ലേ.
2 കിലോ 20 അടക്കത്തിൻ്റെ വാങ്ങിച്ചു. ഞങ്ങൾക്കത് ഹാഫ് കിലോനെ എടുക്കേണ്ടി വന്നുള്ളൂ. 2 കിലോ അല്ല 1 കിലോ എടുക്കേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം വണ്ടിയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ച് ഇവിടെ കിടന്നുറങ്ങും. എന്നിട്ട് ഇവിടെ ചെറിയൊരു ചെടിയുണ്ട്, എന്താ അറിയില്ല, ഈ മരുഭൂമിയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ കണ്ടില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാൾ നിൽക്കണ്ടില്ല തണുത്ത് പറഞ്ഞാലിച്ച് എനിക്ക് സംശയം തന്നെ ഭാര്യ തന്നെയാണോ മൊത്തം മാറി. കണ്ടില്ലേ, ഇതിന്റെ വല്ല ആവശ്യമില്ല. വീട്ടിലുള്ള പുറകെ തുടങ്ങിയ പോരെ, കുറെ നാളായിട്ടില്ല പറയുന്നത് മറ്റേ ക്യാമ്പിങ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ മനസ്സിലായി തണുപ്പ്. ഇപ്പൊ നേരെ വെളുക്കുന്നവരൊക്കെ എടുക്കുമോ അവിടെ ഇടിച്ച് പോയിട്ട് വരുമോ? പക്ഷെ അവിടെ ബൂസാട്ട മണ്ണിൽ പോയിട്ട് കുഴപ്പമുണ്ടായില്ല, അത്ര കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ ജനുവരി ഇപ്പോൾ തണുപ്പ് കൂടി കേട്ടോ. ജനുവരി 15, 16 അവിടെ ഒരു ഫയർ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ നടക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് കാണാനില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവൻ്റെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ടെൻ്റ് അടിച്ചോടെ കിടന്നുറങ്ങി. നല്ല തണുപ്പാണ്, സൂപ്പർ തണുപ്പാണ്. വണ്ടിക്കാരൊക്കെ പോയി, ഒക്കെ നേരത്തെ എണീറ്റ് പോയി. കുറച്ച് വണ്ടികളും കിടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട്. ഞങ്ങൾ കിടന്ന സമയത്ത് ഇന്നലെ വണ്ടികൾ കുറേ ഉണ്ടായിരുന്നു. നേരെ പുറത്തപ്പോൾ കുറച്ച് ദൂരേക്ക് കുറച്ച് വണ്ടികളുണ്ട്. എണീറ്റപ്പോൾ നല്ലൊരു സൺറൈസ് കണ്ടു, സൂപ്പർ സൺറൈസ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ വിടാൻ പോവാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇവിടുന്ന് വിട്ട് പോകുമ്പോഴേക്ക് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നേരെ റൂമിൽ പോകും, റെസ്റ്റ് എടുക്കും. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അത്രയധികം തണുപ്പായിരുന്നു. കാലൊക്കെ മരവിച്ച് നിൽക്കുക, നല്ല തണുപ്പായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ റെസ്റ്റ് ഒന്നത്തോടുകൂടി കഴിഞ്ഞു. നാളെ വീണ്ടും എനിക്ക് സലാല ട്രിപ്പുണ്ട്. ഞങ്ങളങ്ങനെ തിരിച്ച് റൂമിൻ്റെ അവിടേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ വില്ല. ഈ ബാക്കിലാണിത്. എത്ര 10 ഫാമിലിയുണ്ട്. ഈ ബാക്കിലാണ് ബിൽഡിങ്ങാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ല. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല തണുപ്പായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, സീ യു.